പോയാൽ ഗീബൽസിന്റെ തത്വമനുസരിച്ച് തന്നു നടന്നതെന്താണെന്ന് വളച്ചൊടിച്ച് നുണയായി പറഞ്ഞു പ്രചരിപ്പിച്ച് അന്നത്തെ പരാജയം മൂടിവെക്കാമെന്ന് ശ്രമിച്ചവർക്ക് അന്നത്തെ വാദപ്രതിവാദത്തിന് സ്വാഗതം പറഞ്ഞ അന്നത്തെ അതിന്റെ കൺവീനർ ബഹുമാന്യനായ PV കുഞ്ഞിക്കോയ മാസ്റ്റർ, ഞങ്ങളുടെ യോഗത്തിന്റെ അധ്യക്ഷൻ, ആ സംഭവം അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൊട്ടപ്പുറം സംവാദത്തിന്റെ ഒരാണ്ട് നേർച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് സത്യത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നും ആരാണ് വെല്ലുവിളിച്ചതെന്നും ആരാണത് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് അത് കലാശിച്ചതെന്നും ഇന്നത് വികൃതമാക്കപ്പെടാൻ കാരണമെന്താണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുറേയല്ലേ അറിയാമെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇന്ന് ആ വിഷയങ്ങൾ അജ്ഞാതമാണ്. അതുകൊണ്ട് അന്ന് ഞാനാണ് കൺവീനർ നമ്മളെ ഭാഗത്ത്. അന്നുണ്ടായ ആ സംഭവങ്ങളെ സംബന്ധിച്ച് ചുരുക്കൻ ഒരു കുറിപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് വാദപ്രതിവാദം ഉണ്ടായത്, എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നെല്ലാം, ആരാണ് വിളിച്ചത്, ആരാണ് ഒളിച്ചോടിയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കൊട്ടപ്പുറം വാദപ്രതിവാദം 1983 ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് അത് വെച്ച് നടന്നത്. ഈ സ്ഥലം ഈ യോഗത്തിന് ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഒന്നതാണ്. ഇവിടെ വെച്ചിട്ടാണ് ഒരു മുസ്ലിയാര് ഇവിടുത്തെ ISM-നെ വെല്ലുവിളിച്ചത്, ഈ സ്ഥലത്ത് വെച്ച്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ യോഗം നടത്താൻ പലരും നമ്മളോട് അഭ്യർത്ഥിച്ചെങ്കിലും ഈ സ്ഥലം തന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ കാരണം ഒന്നാമത്തെ കാരണം അതാണ്. ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ മഹാമാന്യൻ ഞങ്ങളെ വെല്ലുവിളിച്ചത്. വാദപ്രതിവാദത്തിന്റെ കാരണങ്ങൾ, വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല. മുസ്ലിയാക്കന്മാരുടെ വെല്ലുവിളി അസഹ്യമാകുമ്പോൾ അത് സ്വീകരിക്കാൻ നിർബന്ധിതരാകുകയാണ് ചെയ്യാറുള്ളത്. ആവർത്തിച്ചുള്ള തങ്ങളുടെ വെല്ലുവിളികൾ സ്വീകരിക്കില്ലെന്ന് കണ്ടാൽ മുസ്ലിയാക്കന്മാർ പറയും, കണ്ടോ മുജാഹിദുകളുടെ പക്കൽ യാതൊരു കോപ്പുമില്ല, അവരുടെ വിവാദങ്ങൾക്ക് ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്തതുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാൻ പിൻബലമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വെല്ലുവിളി സ്വീകരിക്കുകയല്ലാതെ രക്ഷയില്ലല്ലോ. അതാണ് എല്ലാ വാദപ്രതിവാദങ്ങളുടെയും സ്ഥിതി. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ സ്ഥിതിയും ഇതുതന്നെ. കൊട്ടപ്പുറത്ത് വെച്ച് സുന്നികൾ നടത്തിയ മതപ്രസംഗ പരമ്പരയിൽ കല്ലൂർക്കാരനായ ഒരു മുസ്ലിയാര് മുജാഹിദുകളെ നിരന്തരം വെല്ലുവിളിച്ചു. ഓരോ വെല്ലുവിളിയുടെ ശക്തി കൂടിക്കൂടി വന്നപ്പോൾ മുജാഹിദുകൾക്ക് അത് സ്വീകരിക്കുകയല്ലാതെ രക്ഷയില്ലെന്നായി. പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കുന്നതാണ്. അതിനു മുമ്പായി സുന്നികൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ആരോപണം ശ്രദ്ധിക്കുന്നു എന്നായിരിക്കും. മറുപക്ഷത്തെ വെല്ലുവിളിക്കുക വഹാബികൾ, ഇത് മറ്റുള്ളവർ പറഞ്ഞതാ, മറ്റേ ഭാഗത്തുള്ളതാണ്. മറുപക്ഷത്തെ വെല്ലുവിളിക്കുക വഹാബികൾക്ക് ഒരു അരമാണ്. ഈ വിളിയില്ലാത്ത ഒരൊറ്റ പ്രസംഗവും കാണില്ല. 4 ആൾ കൂടിയാൽ 4 മുഴം ഉയരത്തിൽ കയറി നിന്നാൽ അറിയാതെ തന്നെ ഇവർ വെല്ലുവിളിച്ചു പോകും. അതിന് മൂർച്ചയുള്ള ആയുധം വേണം. അതൊന്നും സ്വന്തം ക്യാമ്പിലില്ല. ഇതൊക്കെ ഇവന്മാർക്ക് നന്നായി അറിയാം, എന്നാലും വിളിക്കും വെല്ല്. കൊട്ടപ്പുറത്തെ മതപ്രസംഗ പരമ്പരയിൽ മുജാഹിദുകൾ വെല്ലുവിളിക്കുകയും സുന്നിപക്ഷം അത് സ്വീകരിക്കുകയും ചെയ്തു എന്ന് കള്ളം പറഞ്ഞ് ആശ്വാസം കൊള്ളുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി മുജാഹിദുകളും സുന്നികളും തമ്മിൽ നടന്ന കത്തിടപാടുകളുടെ സത്യാവസ്ഥ ഇവിടെ 2-3 ദിവസം ഒരു മതപ്രസംഗം നടത്തി. നേരത്തെ സ്വാദപ്രസംഗം പറഞ്ഞ മാതിരി നിരന്തരമായിട്ട് നമ്മളെ വെല്ലുവിളിക്കുകയായിരുന്നു അവരുടെ പണി. എന്തു പറഞ്ഞാലും വെല്ലുവിളി. അവസാനം ഗതിയില്ലാത്തപ്പോൾ ഞങ്ങളൊരു കത്ത് കൊടുത്തു. ഞങ്ങൾ തന്നെ കൊടുത്തു. ഞാൻ നേരത്തെ പ്രസംഗിച്ച അയാള്
വേറെ എന്റെ 2-3 സ്നേഹിതന്മാരെല്ലാം കൂടി നേരെ ഈ സ്റ്റേജിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ കാരണം. അങ്ങനെ ഞങ്ങളൊരു കത്ത് കൊടുത്തു. കൊട്ടപ്പുറം സുന്നി യുവജന സംഘ സെക്രട്ടറി അവർക്ക്, മാന്യരെ അസ്സലാമു അലൈക്കും. ഞങ്ങൾ സലാമൊക്കെ എഴുതിയിട്ടാണ് കൊടുത്തു കേട്ടോ. ഇനി വേറെ കത്ത് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ നടത്തിവരുന്ന വയല് പരമ്പരയിൽ നിങ്ങളുടെ ഒരു പണ്ഡിതൻ ഇവിടുത്തെ ISMനെ വാദപ്രതിനായി വെല്ലുവിളിച്ചത് വാക്കുമൂലം സ്വീകരിച്ചതായി ഇന്നലെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരുന്നുവല്ലോ. അംഗീകൃത വ്യവസ്ഥ അനുസരിച്ച് വാദപ്രതിവാദത്തിനോ ഖണ്ഡന പ്രസംഗത്തിനോ എന്തിനാണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്ന് സെക്രട്ടറി ഒ അഹമ്മദ് സഗീർ ഒപ്പ്. ഇങ്ങനെ ഒരു കത്താണ് ഞങ്ങൾ ആദ്യമായി കൊടുത്തത്. ഈ കത്തിന് രേഖാമൂലം അവർ മറുപടി തന്നില്ല. മൈക്കിലൂടെ പ്രതികരണമുണ്ടായി. അംഗീകൃത വ്യവസ്ഥ വെല്ലുവിളിക്കനുസരിച്ച് വയലിന്റെ ഫീസ് കൂടുമെന്ന് കരുതി മുസ്ലിയാർ വെല്ലുവിളി തുടങ്ങി. മൈക്കിലൂടെ ഈ മറുപടിക്ക് അപ്പോൾ തന്നെ ഒരു കത്ത് കൂടി ഞങ്ങൾ കൊടുത്തു. അതില്ല, രണ്ടാമത്തെ ഒരു കത്ത് കൂടി ഞങ്ങൾ കൊടുത്തു. ആദ്യത്തെ കത്തിന് യാതൊരു മറുപടിയില്ല, വെല്ലുവിളിച്ച് വാടാന്ന് പറയാം. അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ഒരു കത്തും കൂടി ഞങ്ങൾ കൊടുത്തു. കൊട്ടപ്പുറം സുന്നി യുവജന സെക്രട്ടറി അവർക്ക്, മാന്യരെ അസ്സലാമു അലൈക്കും. പരമ്പരയിൽ ഒരു പണ്ഡിതൻ ഇവിടുത്തെ ISMനെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് സംബന്ധിച്ച് ഞങ്ങൾ തന്ന കത്തിൽ അംഗീകൃത വ്യവസ്ഥ അനുസരിച്ച് വാദപ്രതിവാദത്തിനോ ഖണ്ഡന പ്രസംഗത്തിനോ ഏതാണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് രേഖാമൂലം നിങ്ങളെ അറിയിച്ചു. ആ കത്തിന് രേഖാമൂലം നിങ്ങൾ മറുപടി തന്നില്ല. എങ്കിലും സ്റ്റേജിൽ നിന്ന് അംഗീകൃത വ്യവസ്ഥ ഏതാണെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നത് കേട്ടു. കുണ്ടുതോട് വ്യവസ്ഥയും മറ്റും അംഗീകൃത വ്യവസ്ഥ അല്ലെന്ന് പറയുന്നത് കേട്ടു. ഇതാണ് അവര് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അംഗീകൃത വ്യവസ്ഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അയാൾക്കാണിത്. അംഗീകൃത വ്യവസ്ഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് വാദപ്രതിവാദത്തിന് ഏർപ്പെടുന്ന ഇരു കക്ഷികളും വാദപ്രതിവാദം സംബന്ധിച്ച് യോജിച്ച് തയ്യാറാക്കുന്ന നിബന്ധനകളും തീരുമാനങ്ങളും എന്നാണ്. ഇരു വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ സംബന്ധിച്ചുകൊണ്ട് തയ്യാറാക്കിയതായിരുന്നു കുണ്ടുതോടിലെയും കുഴിപ്പുറത്തെയും വ്യവസ്ഥകൾ. അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ പുതിയ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മതപരമായ കാര്യങ്ങളിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് അതിൽ ഇരു വിഭാഗത്തിന്റെയും ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനാൽ നിങ്ങൾ വെല്ലുവിളിച്ച പോലെ വാദപ്രതിവാദത്തിനോ ഖണ്ഡന പ്രസംഗത്തിനോ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് തന്നെ വ്യവസ്ഥ തയ്യാറാക്കാനും വാദപ്രതിവാദം നടത്താനും ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ സ്ഥലത്തുണ്ട്. എത്രയും വേഗം ഈ കത്തിന് മറുപടി രേഖാമൂലം തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് സെക്രട്ടറി ഒ അഹമ്മദ് സഗീർ. ഇത് മൂന്നാമത്തെ കത്തും ഞങ്ങൾ കൊടുത്തു. ഇതൊക്കെ വെല്ലുവിളി അവരാ, കത്തൊക്കെ ഞങ്ങളാ കൊടുത്തത്. അവർക്കാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാ. മുസ്ലിയാർ വെല്ലുവിളി ആവർത്തിച്ചാൽ അപ്പോൾ തന്നെ അത് നേരിടാൻ തയ്യാറായിക്കൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാർ ഓഫീസിലുണ്ടായിരുന്നു. കുണ്ടുതോട് വ്യവസ്ഥ തള്ളിക്കളയേണ്ട കാര്യം മുസ്ലിയാർക്കില്ല. കാരണം അസം മുസ്ലിയാരും അതുപോലെയുള്ള ഉത്തരവാദപ്പെട്ട സമസ്ത പണ്ഡിതന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയാണത്. പിന്നെ എന്തിന് തള്ളുന്നു എന്ന ചോദ്യത്തിന് മറുപടി മനുഷ്യർ കേൾക്കെ പറയാൻ പറ്റാത്തതാണ്. സ്ത്രീകൾക്ക് എഴുത്തും വായനയും ഹറാമാണെന്ന് അതിലുണ്ട് ആ വ്യവസ്ഥയിൽ. ആ വാദത്തിന് ഇന്ന് എത്ര സുന്നികളുടെ പിന്തുണ ഉണ്ടാവും? ഇതാണ് ആ വ്യവസ്ഥ നമുക്ക് പറ്റൂല എന്ന് അവർ പറയാൻ കാരണം. ഇനി ആ കത്തിന് സുന്നികൾ നൽകിയ മറുപടി വായിക്കുക. കൊട്ടപ്പുറം ഇത്യാദി സുബാനിൽ മുജാഹിദീൻ സെക്രട്ടറി അവർക്ക് കൊട്ടപ്പുറം സുന്നി യുവജന സംഘ സെക്രട്ടറി അറിയുന്നത് ഒരു സലാമോ സലാത്തൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ കൊടുത്തത് സലാമോട് കൂടി തുടങ്ങിയിട്ടാണ് ഞങ്ങൾ കത്ത് കൊടുത്തത്. ഇവര് തന്നെ കത്തിൽ അങ്ങനത്തെ ഒരു വിലക്കില്ല. അപ്പൊ അവരെ തന്നെ കത്താണ് ഞാൻ വായിക്കാൻ പറയും. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ വെല്ലുവിളി, അപ്പൊ ആരാണ് വെല്ലുവിളിച്ചത്, ആരാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ കത്ത് കിട്ടി. നിങ്ങളെപ്പോലെ ഞങ്ങളും ഒരുക്കമാണ്. ആയതുകൊണ്ട്
ഇന്ന് തന്നെ വ്യവസ്ഥ തയ്യാറാക്കണമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ ഒരുക്കമാണ്. ഈ പരിപാടി കഴിഞ്ഞ് കൃത്യം 1 മണിക്ക് തന്നെ നമുക്ക് വ്യവസ്ഥ തയ്യാറാക്കാമെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന് KC വീരാൻകുട്ടി മുസ്ലിയാർ, സെക്രട്ടറി, സുന്നി യുവജന സംഘം, ഒട്ടപ്പുറം 7/1/53. അന്ന് അയാളാണ് സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി. അയാളാണ് ഈ കത്ത്, അയാളുടെ സീലും ഒപ്പിന്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. ആര് വന്നാലും കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അയാളെ സീലും ഒപ്പുള്ള കത്ത, മുസ്ലിയാരുടെ ഒപ്പും സീലും മേൽവിലാസവുമുള്ള കത്താണത്. ഇത് നിഷേധിച്ചാൽ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്യാനും എവിടെയും വെച്ച് ഗ്രഹിക്കാനും നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. വെല്ലുവിളിച്ചത് സുന്നിപക്ഷം തന്നെയാണെന്ന് ഈ കത്തിലെ അടിവരയിട്ട ഭാഗം വിളിച്ചു പറയുന്നു. അവരാണ് വെല്ലുവിളിച്ചത്, നമ്മളത് സ്വീകരിച്ചു എന്ന് മാത്രം. രാത്രി 1 മണിവരെ വയലിൽ നീട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് എത്ര വിഷമമാണ്. പരിപാടി നടക്കരുതെന്ന് മുസ്ലിയാക്കർക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ വയൽ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ മുജാഹിദുകൾ ഒരു എഴുത്ത് കൂടി കൊടുത്തു. വയൽ നേരത്തെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കത്ത് കൂടി കൊടുത്തു. അവര് പറഞ്ഞത് വയൽ കഴിഞ്ഞ് 1 മണിക്ക് നമുക്ക് തുടങ്ങാം. അത് പറ്റൂല എന്നുള്ളവർക്ക് നമ്മൾ പിന്നിൽ വേർപെട്ടില്ല, പിന്നെ തന്നെ കൂടി ഒരു കത്തും കൂടി നമ്മൾ കൊടുത്തു. ആ കത്താണ് ഞാൻ വായിക്കാൻ പോയത്. അസ്സലാമു അലൈക്കും. നിങ്ങൾ 1 മണി എന്നാണല്ലോ പറഞ്ഞത്. വയൽ കഴിഞ്ഞ സ്ഥിതിക്ക് 11 മണിക്ക് തന്നെ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനെ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഒരു കത്തും കൂടി നമ്മൾ കൊടുത്താൽ ഇത് സുന്നി പക്ഷത്തിന് സ്വീകാര്യമായില്ല. വ്യവസ്ഥ തയ്യാറാക്കാൻ 1 മണി തന്നെ ആവണമെന്ന് അവർ ശഠിച്ചു. എന്തോ ഒരു ഭയം. 11 മണിക്ക് വ്യവസ്ഥ തയ്യാറാക്കി അന്ന് തന്നെ വാദപ്രതിവാദം ആരംഭിക്കാമെന്നായിരുന്നു മുജാഹിദുകളുടെ വിചാരം. അനാവശ്യമായി ഉറക്കമൊഴിച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനാണ് മുസ്ലിയാർക്ക് അവിടെ ശ്രമം. ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരു കത്തുകൂടി ഞങ്ങൾ കൊടുത്തു. പിന്നെ ഒരു കത്തും കൂടി നമ്മൾ കൊടുത്തു. നിങ്ങളുടെ എഴുത്തിൽ സൂചിപ്പിച്ച പോലെ രാത്രി 1 മണിക്ക് വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് ഞങ്ങൾക്ക് അസൌകര്യമുള്ളതുകൊണ്ടും 11 മണിക്ക് ഞങ്ങൾക്ക് സൌകര്യമാണ് എന്നത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ടും സംയുക്തമായി മറ്റൊരു സമയം തീരുമാനിക്കാമെന്ന് ഇതിനാൽ അറിയിച്ചുകൊണ്ട് മറുപടിക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് അബ്ദുൾ റസാഖ് ബാക്കവി, പ്രസിഡന്റ് ISM കൊട്ടപ്പുറം. അന്ന് ബാക്കവി സാഹിബായിരുന്നു അന്ന് നമ്മളെ പ്രസിഡന്റ്. അയാളെ വകയായിട്ട് ഒരു കത്തും കൂടി കൊടുത്തു. അങ്ങനെയാണ് വാദപ്രതിവാദത്തിന് തുടക്കം കുറിച്ചത്. വിടാതെ പിന്നെ കൂടിയപ്പം അവർ കൂടി അവിടെയാണ് വാദപ്രതിവാദത്തിന് തുടക്കം. 983 ജനുവരി 8-ാം തീയതി 2 മണിക്ക് കൊട്ടപ്പുറം മുസ്ലിം ലീഗ് ഓഫീസിൽ ചേർന്ന സംയുക്ത യോഗം വാദപ്രതിവാദത്തിന് കൈക്കൊണ്ട നിബന്ധനകളും തീരുമാനങ്ങളും കൂടി വായിച്ചിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പക്ഷത്തെ കൺവീനറായി PV കുഞ്ഞിക്കോയ മാസ്റ്ററെയും സുന്നി പക്ഷത്തിന്റെ കൺവീനറായി P മൊയ്റ്റി മൊയ്ലിയെയും തെരഞ്ഞെടുത്തു. ലീഗ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. അന്ന് മുജാഹിദ് പക്ഷത്തിന്റെ കൺവീനറായി എന്നെയും സുന്നി ഒരു തമാശ കേട്ടോ, മൗലവി എന്ന് പേര് അയാൾക്ക് വന്നതുകൊണ്ട് അയാളാണ് മുജാഹിദിന്റെ കൺവീനർ എന്ന് എല്ലാവരും ധരിച്ചിട്ട് കുറെ കൊലാളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് മൗലവി, അന്ന് മൗലവിമാരെന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങളാ, ഞാൻ മാസ്റ്റാണ്, ഞാൻ സുന്നിയ, അങ്ങനെ ആയിട്ട് കുറെ നടന്നു. 1983 ഫെബ്രുവരി 1, 2, 3 തീയതികൾ നടത്തുക. ആ തീരുമാനങ്ങൾ എന്നിട്ട് ഓരോ വിഷയവും 2 ദിവസം വീതം വാദപ്രതിവാദം നടത്തുക. വിഷയങ്ങൾ താഴെ പറയുന്നത് 4 വിഷയങ്ങളായിരുന്നു നമ്മളന്ന് തെരഞ്ഞെടുത്തത്. മുജാഹിദ് പക്ഷത്തിന്റെ വാദം: മൊയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, കന്യാമറിയമ്മയെ അനുഭവിക്കൽ തഹാരമെ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാകുന്നു. ഇതാണ് ഒന്നാമത്തെ മുജാഹിദ് പക്ഷത്തിന്റെ വാദം. അതിന് സുന്നി പക്ഷത്തിന്റെ വാദം: ബദരീങ്ങളെ കാക്കണേ, മൊയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് മുസ്ലിംകൾക്കിടയിൽ നടന്നുവരുന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്നും ലാത്തെ ഉസ്സെ എന്ന് വിളിച്ച് സഹായം തേടലും പ്രാർത്ഥിക്കലും മുസ്ലിങ്ങളുടെ നടപടിയല്ലെന്നും ഞങ്ങൾ വാദിക്കുന്നു. അത് സുന്നിന്റെ. ഇനി രണ്ടാമത്തെ വാദം കടിക്കാൻ മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാവുന്നു.
ഇതാണ് മുജാഹിദ് പക്ഷത്തിന്റെ വാദം. സുന്നി പക്ഷത്തിന്റെ വാദം, അംബിയ, ഔലിയ, സ്വാലിഹീങ്ങൾ എന്നീ മഹാന്മാരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിങ്കലേക്ക് തവസ്സുൽ ചെയ്യുന്നത് അനുവദനീയമാകുന്നു. ഇതാണ് ഈ രണ്ട് വിഷയത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ തമ്മിൽ വാദപ്രതിവാദം നടക്കേണ്ടിയിരുന്നത്. ഓരോ ദിവസം എങ്ങനെയാണ് ആ വാദപ്രതിവാദം, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോ കക്ഷിയും വിഷയം അരമണിക്കൂർ പ്രസംഗിക്കും. അതിനെക്കുറിച്ച് 1.5 മണിക്കൂർ ചോദ്യം ചോദിക്കും. ചോദ്യത്തിന് 2 മിനിറ്റ്, ഉത്തരത്തിന് 3 മിനിറ്റ്. വിഷയം അവതരിപ്പിച്ചവരാണ് മറുപടി പറയേണ്ടത്. അത് കഴിഞ്ഞാൽ അന്ന് തന്നെ മറുകക്ഷിക്ക് വിഷയം അവതരിപ്പിക്കാം. അതേക്കുറിച്ച് 1.5 ആരാശയം അവതരിപ്പിക്കേണ്ടത് എന്നതിനെപ്പറ്റി തർക്കമായപ്പോ നറുക്ക് ഇട്ട് കുലുക്കിയിട്ടാണ് അന്ന്, അങ്ങനെ ഒരു പണിയുണ്ടല്ലോ, കുറിയിരിക്കണമായി, അങ്ങനെയാണ് അന്ന് തീരുമാനിച്ചത്. 1-ാം ദിവസം മുജാഹിദ് പക്ഷം, 2-ാം ദിവസം സുന്നി പക്ഷം, 3-ാം ദിവസം മുജാഹിദ് പക്ഷം, 4-ാം ദിവസം സുന്നി പക്ഷം. ഇങ്ങനെയാണ് വിഷയം അവതരിപ്പിക്കേണ്ടത്. വാദപ്രതിവാദത്തിൽ സ്വീകരിക്കുന്ന തെളിവുകൾ: 1 വിശുദ്ധ ഖുർആൻ, 2 വഹിയാജ്, 3 5 വ്യക്തമായ ഖിയാസ്. സമയം രാത്രി 8:30 മുതൽ രാത്രി 12 മണി വരെ. ഇരു കൺവീനർമാർക്കും 10 മിനിറ്റ് നേരം സദസ്സിന് നിർദ്ദേശം നൽകാൻ അവസരം ലഭിക്കും. വ്യവസ്ഥ തയ്യാറാക്കിയവരാണ്, അതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്ന്. സുന്നി പക്ഷത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വന്ന മൗലവിമാർ PK മൊയ്യദ്ദീൻകുട്ടി മുസ്ലിയാർ. നമ്മളിപ്പോ ഈ വാദപ്രതിവാദം ഈ കൊണ്ടാടികൾക്കൊന്നും ഇപ്പൊ ഇത് അറിയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. സുന്നിപക്ഷം PK മൊയ്യദ്ദീൻകുട്ടി മുസ്ലിയാർ, KP മൊയ്തീൻകുട്ടി മുസ്ലിയാർ, KK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KP മൊയ്തീൻകുട്ടി ഹാജി, KU ഗുലാം മൊയ്തീൻ, P മോയിട്ടി മൗലവി, P പോക്കരുട്ടി, KC മുഹമ്മദ് കോയ. ഇവരായിരുന്നു സുന്നി പക്ഷത്തിന്റെ മൗലവിമാർ. മുജാഹിദ് പക്ഷത്തിന്റെ ആളുകൾ അത് വ്യവസ്ഥ തയ്യാറാക്കിയവരാണിത്. വാദപ്രതിവാദത്തിൽ പങ്കെടുത്തവർ വേറെ. മുജാഹിദ് പക്ഷം PK അലി അബ്ദുൽ റസാഖ് മൗലവി, P മൊയ്തീൻകുട്ടി, P മുഹമ്മദ് അലി, PV കുഞ്ഞിക്കോയ മാസ്റ്റർ, P ഉണ്ണി മുഹമ്മദ്, TP അബ്ദുൽ റസാഖ് വാക്ക്. ഇതാണ് അന്ന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഓഫീസിൽ ചേർന്നവർ. 2 കൂട്ടർക്കും കൂടി ഒരു സ്റ്റേജ് മതിയെന്നും ഓരോ ദിവസവും ഭാഗം മാറിയിരിക്കണമെന്നും തീരുമാനിക്കപ്പെട്ടു. ഒരു ഭാഗത്ത് ഇന്ന് നമ്മൾ ഈ ഭാഗത്താണെങ്കിൽ നാളെ നമ്മൾ അങ്ങേ ഭാഗത്ത്. അന്നാമത്തെ തല്ലും പൊടി ഏറുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനെ ഒരു മേക്കപ്പ് നിലയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തീരുമാനിച്ചു. ഈ 2 മധ്യസ്ഥന്മാർ സ്റ്റേജിൽ ഉണ്ടായിരിക്കണമെന്നും 10 പണ്ഡിതന്മാർ ഉൾപ്പെടെ 25 കവിയാത്ത ആളുകൾക്ക് ഓരോ വിഭാഗത്തിൽ നിന്നും പണ്ഡിതന്മാരുടെയും 100 വീതം വളണ്ടിയർമാരും പേരുകൾ പരസ്പരം കൈമാറി. KP മുഹമ്മദ് മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി, PK അലി അബ്ദുൽ റസാഖ് മൗലവി, SM മൈദീദ് തങ്ങൾ, CP ഉമ്മർ സുല്ലമി, MK അലി അക്ബർ മൗലവി, A അബ്ദുൽസലാം സുല്ലമി, അബ്ദുറഹ്മാൻ സലഫി, M അബ്ദുള്ള സുല്ലമി, M ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മുതൽ. ഇവർക്ക് പുറമെ KV മൂസ സുല്ലമി, TP അബ്ദുൽ റസാഖ് ബാക്കവി തുടങ്ങി 14 പേര് മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ, KK അബൂബക്കർ മുസ്ലിയാർ, TK ബാബ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, P അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുസ്തഫ ഫൈസി, C സൈനുദ്ദീൻ മുസ്ലിയാർ, V മൂസ മുസ്ലിയാർ എന്നിവരും നടക്കേണ്ടിയിരുന്നുവെങ്കിലും 3-ാം ദിവസം ബഹളം കാരണം ആ പരിപാടി നിർത്തി. നിർത്തിവെച്ചിട്ട് നമ്മൾക്ക് മുന്നിൽ കൊള്ളാൻ സാമൂല ഇരുന്നപ്പോൾ ഞാനും മോയിൻകുട്ടി മൗലവിയും കൂടി ഒരു ഭാഗത്തിരുന്നിട്ട് ഒരു ആ കരാറാണ് ഇനി വായിക്കാൻ പോകുന്നത്. കൊട്ടപ്പുറത്ത് നടക്കുന്ന സുന്നി മുജാഹിദ് വാദപ്രതിവാദം സദസ്സിനെ നിയന്ത്രിക്കാൻ സംയുക്ത കമ്മിറ്റിക്ക് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ ദിവസമായ ഇന്ന് ഞങ്ങൾ പരിപാടി നിർത്തിവച്ചിരിക്കുന്നു. ഈ
വാദപ്രതിവാദ പാടി ഇതോസാനിക്കും രണ്ട് പി മൊയ്റ്റി മൊഴി ഇങ്ങനെ ഒരു കരാർ എഴുതി ഒപ്പിട്ട ശേഷമാണ് ഈ സംഭവം ഞങ്ങൾ പിരിച്ചുവിട്ടത്. ഇന്ന് ഇതിന് പല വനമ്പത്തി ബീവിന്റെ കഥ പറഞ്ഞ മാതിരി പല ആളുകളും ഇതിന് പിന്നിൽ ഞങ്ങളാണ് നടത്തിയത് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇതാർക്ക് വേണമെങ്കിലും ഏത് സമയവും തെളിയിക്കാനും അന്നത്തെ കൺവീനർ എന്ന നിലയ്ക്ക് കുഞ്ഞിക്കോയ മാസി തയ്യാറാണെന്ന് 1983 ഫെബ്രുവരിയിൽ നടന്ന കോട്ടപ്പുറം സംവാദത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന പോലെ 1-ാം തീയതി നിസ്വാർത്ഥരായ മുൻകാല പണ്ഡിതന്മാരിൽ നിന്ന് തൗഹീദ് പഠിച്ചറിഞ്ഞ വളച്ചുകെട്ടില്ലാതെ തൗഹീദ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 14 പണ്ഡിതന്മാർ സ്റ്റേജിലെത്തി. മനസ്സുകളിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ പറ്റുന്ന യുവ പണ്ഡിതൻ തൗഹീദ് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ശ്രീ വന്നിട്ടില്ലാത്ത CP-ക്കും കൂട്ടർക്കും വ്യതിയാനമേശ